ദിവ്യ പ്രിൻറ്റോ. അപ്പോൾ ഞാൻ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ചധികം സാധനങ്ങൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഹോം ഡെക്കർ സാധനങ്ങളാണ്. ഞാൻ അധികം ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും വാങ്ങാറില്ല. പക്ഷെ നമ്മുടെ ഒരു സ്റ്റുഡിയോ, നമ്മുടെ ഒരു ലോകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം സർപ്രൈസാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടി കുറച്ചധികം സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൽ 2-3 വന്നിരിപ്പുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഇൻറ്റീരിയർ വർക്കൊക്കെ എൻ്റെ കൂടെ കുറച്ച് ഐഡിയയും പ്ലാനും എല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചധികം സാധനങ്ങൾ സെലക്റ്റീവായിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു പൊതി അത്യാവശ്യം ന്യായം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് എന്തോരം വലിപ്പം കാണും, എന്തായിരിക്കും എന്നൊക്കെ അറിയാനായിട്ട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നുന്നുണ്ട്. ചെറുതായിട്ട് ഞാൻ കണ്ടു കേട്ടോ. വാവ്, എന്താണേലും ക്രാഫ്റ്റഡ് സാധനമെന്ന് മനസ്സിലായില്ലേ കയറൊക്കെ കണ്ടു കഴിഞ്ഞപ്പം. എനിക്ക് കുറച്ച് ക്രാഫ്റ്റഡ് സാധനങ്ങൾ വേണം, കുറച്ച് വെറൈറ്റി ഹോം ഡെക്കർ ഐറ്റംസ് വേണം എന്ന് തോന്നിയപ്പോൾ ഞാൻ വാങ്ങിയതാണ്. ഞാൻ പ്രതീക്ഷിച്ച അത്രയും വലുപ്പമില്ല, എന്നാലും നല്ലതാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഇതിങ്ങനെ നമ്മൾ ഒരു ഹാങ്ങിങ് ആയിട്ടാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഇത് കണ്ടോ. പക്ഷേ ഇതുപോലൊരു സാധനം മേടിച്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാലും 2 ദിവസം പോക്കാണ്. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ, പക്ഷേ സമയമില്ല, അതാണൊരു പ്രശ്നം. അപ്പോൾ ഇതിങ്ങനെ ഹാങ് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു ഇൻഡോർ പ്ലാന്റ് ഒക്കെ വയ്ക്കാം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. 299 രൂപ, അതായത് 300 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ്. ആ ഒരു പ്രൈസിന് ഇത് വർത്താണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. എനിക്കെന്താണ് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഈ തടിയൊക്കെ അത്ര കാതലൊന്നും അല്ല, ചുമ്മാ തടിയാണ്. എന്നാലും ഷോ പർപ്പസിന് ഇത് മതിയല്ലോ. അപ്പോൾ 499 രൂപയുടെ ഈ ഒരു കുഞ്ഞിങ്ങ പൊതി നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകണം. ഇതിനകത്ത് എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയില്ല. ഇതൊരു ഹോം ഡെക്കർ സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയാനുള്ളൊരു ഭയങ്കര ആകാംക്ഷയിലാണ് ഞാനും. ഇങ്ങനെയൊക്കെ പൊതിഞ്ഞ് വെച്ചാൽ നമ്മളെങ്ങനെ അൺബോക്സ് ചെയ്യും? എന്നാ പാടാ ഇതൊക്കെ കട്ട് ചെയ്യാനായിട്ട്. ഇതിനകത്ത് എന്താ സ്വർണ്ണമാണോ ഇങ്ങനെ പൊതിഞ്ഞ് വയ്ക്കാൻ? വീണ ഉടഞ്ഞു പോകുന്ന സാധനമൊന്നും അല്ല ഇത്. ഇത് നമുക്ക് റഫായിട്ട് അങ്ങനെ പൊളിച്ചെടുക്കാനും പറ്റില്ല. ഹാൻഡിൽ വിത്ത് കെയർ, മഹാനഷ്ടം. ഹോം ഡെക്കർ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ തോല് വാങ്ങിയതാണ്. പക്ഷെ പടത്തിൽ അത് ഇത്രയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു ഇമാജിനേഷൻ സങ്കല്പിക്കാമല്ലോ, സാറ്റിൻ്റെ ഫെദറാന്നൊക്കെ ഓർത്ത്. ഇത് വെറും കോഴിപ്പപ്പ്. ഇതെന്തിനാ 500 രൂപ മുടക്കി ഇത് വാങ്ങാൻ ഒന്നുമില്ല കേട്ടോ. ഇത് ആൾക്കാർ എന്നെ ഓടിച്ചിട്ട് തല്ലാണ്ടിരുന്നാൽ മതി. ഞാൻ ഇത് 500 രൂപയ്ക്ക് വാങ്ങിയെന്ന് അറിഞ്ഞാൽ. ഇതെന്താണെങ്കിലും നമ്മൾ റിട്ടേൺ വിടും കേട്ടോ ഈ സാധനം. നോ യൂസ്. അടുത്തത് കാണുമ്പോൾ തന്നെ അറിയാലോ കുറച്ചധികം ഹെവി സാധനമാണെന്ന്. ഇപ്പം ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. 1099 രൂപയുടെ സാധനമാണ് കേട്ടോ ഇത്. അതായത് 1000 രൂപയുടെ മുതലാണ് ഇത്. പിന്നെ അൺബോക്സ് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. പക്ഷെ ഇതും ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല എൻ്റെ പൊന്നെ. ഓ, ഇതെന്തുവാ ഇത്? ഹാൻഡ് ബാഗോ? ഞാൻ ഒരു ബാസ്ക്കറ്റായിരുന്നു ഉദ്ദേശിച്ചത്. എൻ്റെ അമ്മേ, ഇത്രയും വലിയ സാധനം അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് അറിയിരിക്കാലോ. ഇത് ആക്ച്വലി ഞാൻ വാങ്ങിയത് എൻ്റെ ഡ്രയറും കാര്യങ്ങളെല്ലാം ഇട്ട് വയ്ക്കാനായിരുന്നു. ഇതിപ്പോൾ ഇതിനകത്തുനിന്ന് കുനിഞ്ഞ് ഇതിനകത്ത് ഇറങ്ങിയെടുക്കേണ്ട അവസ്ഥയാണല്ലോ ഡ്രയറൊക്കെ. പക്ഷെ കൊള്ളാം അല്ലേ, രസമാണ്. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇതിനകത്ത്. ആക്ച്വലി ഡ്രയർ, ക്രിംപർ, അതുപോലെ സ്ട്രെയിറ്റ്നർ, അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് എപ്പോഴും കയ്യെത്തും ദൂരത്ത് വേണമല്ലോ. നമ്മൾ കബോർഡിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ടേബിളിൽ വെച്ചിട്ട് ഇതിനകത്തൊരു വൃത്തിക്കൊക്കെ ഇട്ട് വയ്ക്കാമെന്ന് ഓർത്താണ് ഇത് വാങ്ങിയത്. പക്ഷേ ഇത്രയും വലിപ്പം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതിപ്പോൾ വന്നിട്ട് എൻ്റെ അമ്മോ, ഇതിനകത്ത് ഞാൻ ഇറങ്ങി പോവുമല്ലോ. നല്ല പൊടിയുണ്ട് കേട്ടോ. പക്ഷെ കൊള്ളാം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഓർത്താണ്, കാരണം ക്രാഫ്റ്റഡ് ആണ്. അതുപോലെ ഇതിനകത്ത് ക്ലോത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ക്ലോത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്. ഇത് വർത്താണ് കംപ്ലീറ്റ്ലി. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമായിട്ടുള്ളൊരു ഹാങ്ങിങ് ഒക്കെ ഉണ്ട്. ഇതെനിക്കിഷ്ടമായി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഷോപ്പിംഗ്. അപ്പോൾ നമ്മളിതേ തൂവൽ തിരിച്ചയക്കാൻ പോവാണ്. നമുക്ക് ആവശ്യമില്ല അങ്ങനെ ഒരു തൂവൽ. ഇനി എനിക്ക് ക്രൗൺ ഉണ്ടാക്കാനോ മറ്റോ യൂസ് ചെയ്യാം, അതിനും എനിക്ക് യൂസ് ചെയ്യാൻ തോന്നുന്നില്ല. അത് കംപ്ലീറ്റ്ലി ഫ്ലോപ്പായി പോയിട്ടോ. ബാക്കിയുള്ള എല്ലാ പ്രൊഡക്ട്സും ഞാൻ ഹാപ്പിയാണ്. ഇനി ക്രൗൺ ഉണ്ടാക്കാനാണെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ കോഴി ഉണ്ട് കേട്ടോ. കോഴിവെപ്പ് പറിച്ചെടുത്താൽ മതി. ഇത് ഓർഡർ ചെയ്ത് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 500 രൂപയുണ്ട് കേട്ടോ. അത് മഹാനഷ്ടമാണ്. എന്താണെങ്കിൽ നമ്മളത് റിട്ടേൺ കൊടുക്കും. അപ്പോൾ 500 രൂപയുടെ പപ്പ് നമ്മൾ വാങ്ങിയതല്ലേ, അപ്പം തുറന്നു നോക്കിയേക്കാം എന്നോർത്ത് തുറന്നു നോക്കിയതാണ്. പക്ഷേ ഇത് ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് കണ്ടോ, ഇതേതോ ഫോറിൻ കോഴിയുടെ പപ്പാന്ന് തോന്നുന്നു. ഈ കണ്ടിട്ട് റിട്ടേൺ അയക്കാൻ തോന്നുന്നില്ല കേട്ടോ. പക്ഷെ നമുക്കൊരു കുപ്പിയിലോ ഗ്ലാസ്സിലൊക്കെ ഇട്ട് വെക്കണമെങ്കിൽ ഇതിന് കുറച്ചുകൂടെ തണ്ടിന് നീളം വേണം അല്ലേ? ശരിയല്ലേ?
അപ്പം ഞാൻ ഇതിനെ കുപ്പിയിൽ ഇട്ട് വെക്കാൻ പാകത്തിന് എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യാൻ പോവാം. ഇതിൻ്റെ അടിയിലേക്ക് നൂൽക്കമ്പി വല്ലതും വെച്ച് കെട്ടാം. അപ്പം റിട്ടേൺ കൊടുക്കണ്ട അല്ലേ ഇത്? എനിക്കിഷ്ടമായിട്ടോ, രസമൊക്കെ ഉണ്ട് കേട്ടോ. വാവ്, കൊള്ളാം. റിട്ടേൺ കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി അതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.